എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. It's a privilege to join the saints in the assembly and worship our holy God this morning. രാവിലെ ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ സന്തോഷമുള്ള വിവരം സഭയെ അറിയിക്കും. Yeah, we read in Hebrews 8, chapter 8, verse 1, the later part, who has taken a seat at the right hand of the throne of the majesty in the heavens. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി എന്ന് നാം വായിക്കുന്നു. This is the third of the 5 times in the book of Hebrews where the writer mentions that the Lord Jesus has sat down at the right hand of God. എബ്രായ ലേഖനത്തിലെ 5 തവണയെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തു ആ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നുള്ള കാര്യം. So this is not simple repetition, but there is a purpose, or there is a specific point the Spirit of God is seeking to point us. ഇത് ഈ കാര്യം വെറുതെ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത് അല്ല ഇതിന്റെ കാര്യം. എന്നാൽ ദൈവാത്മാവ് പ്രത്യേകമായിട്ട് ഒരു സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. We read firstly in Hebrews chapter 1 verse 3. ആദ്യമായിട്ട് നാം വായിക്കുന്ന 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ് the later part, he sat down at the right hand of the majesty on high. അവൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും എന്ന് വായിക്കും. In this context, the writer sets before us 7 glories of the Lord Jesus Christ. ആ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 7 മഹിമകള് ലേഖനകർത്താവോട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. In verse 2 we read, whom he has appointed heir of all things. അവൻ സകലത്തിനും അവനെ താൻ സകലത്തിനും അവകാശിയാക്കി. Our Lord is the rightful owner and heir of all things. കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിന്റെയും ഉടയവനാണ്, അവകാശിയുമാണ്. Again in verse 2, he is the creator of the world. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ലോകത്തെ ഉണ്ടാക്കിയവനാണ്. Through whom also he made the world. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്ന് വായിക്കും. Verse 3 again, he is the radiance of God's glory. The first part of verse 3. 3-ാം വാക്യത്തിൽ അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ, revealing his character. ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ. He is the exact representation of his nature. തത്വത്തിന്റെ മുദ്രയാണ് എന്ന് വായിക്കുന്നു. Jesus is the imprint or exact image of God. ദൈവത്തിന്റെ ദൈവം എന്താണോ അതിന്റെ വെളിപ്പെടുത്തിയപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് യേശുക്രിസ്തു. Deity of Christ. കർത്താവ് ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. Verse 3 again, he is the sustainer of all things. 3-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ ദൈവം. Upholds all things by the word of his power. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ. Again verse 3 says that he had made purification of sins. 3-ാം വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നു, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം എന്ന് വായിക്കുന്നു. The work of redemption by giving himself on the cross. തന്നെത്താൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടെടുപ്പ് ഒരുക്കിയ നമ്മുടെ കർത്താവ്. Verse 3 again, the later part, he sat down at the right hand of the majesty on high. 3-ാം വാക്യത്തിന്റെ ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കും. So he is holding the highest place of honor, power and authority in heaven. സ്വർഗത്തിൽ സകല വാഴ്ചകൾക്കും അധികാരത്തിനും മേലായ നാമം ധരിച്ചവനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി വാഴുകയാണ്. Speaks about the place of honor which he occupies. കർത്താവ് നമുക്ക് വേണ്ടി ആയിരിക്കുന്ന മഹത്വകരമായ അവസ്ഥയെ അത് കാണിക്കുകയാണ്. We can therefore say that he sat down because of the glory of his person. താൻ ഏത് മഹത്വത്തിലാണോ ആയിരിക്കുന്നത് അതാണ് അവൻ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In chapter 1 verse 39 of Hebrews, sit at my right hand until I make thine enemies a footstool for thy feet. രണ്ടാമത് നമ്മൾ കാണുന്ന 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നത്. Here he sits down because of his preeminence. താൻ പൂർവാസ്തിക്യമുള്ള ദൈവമായതുകൊണ്ട് അവിടെ താൻ ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. Thirdly, we read in chapter 8 verse 1. മൂന്നാമതാണ് 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, he has taken his seat at the right hand of the throne of the majesty in the heavens. സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി. We have such a high priest who has taken a seat at the right hand of the throne of heaven. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി എന്നതാണ്. In this context, right, here he sits down because of his preeminence, and here in this part, chapter 8 verse 1, we read Lord sits down because of his perfect priesthood. അവന്റെ പരിപൂർണ പൗരോഹിത്യത്തിന്റെ ഒരു ചിത്രമായിട്ടാണ് ഈ 8-ാം അധ്യായത്തിൽ അവൻ
ഇരുന്നു എന്ന് നാം വായിക്കുന്നു. Unlike those in the Levitical priesthood, the Lord Jesus did not have to offer a sacrifice for his own sins. ലേവ്യ പൗരോഹിത്യത്തെ ഉള്ളവരെ പോലെ തന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ അർപ്പിക്കുവാനായിട്ട് ആവശ്യമായിരുന്നില്ല. And neither is his priesthood limited by death because he ever lives. മാത്രമല്ല അവന്റെ പൗരോഹിത്യം മരണത്താൽ തീർന്നു പോകുന്നതല്ല, കാരണം അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. And fourthly, we read in chapter 10 verse 12 again. 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, യേശുവോ having offered one sacrifice for sins for all time, sat down at the right hand of God. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. This man, after he had offered one sacrifice for sins forever, sat down at the right hand of God. ഈ കർത്താവായ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. So we see the Lord sitting down because of his perfect sacrifice. തന്റെ ആ പരിപൂർണ യാഗത്തിന്റെ ഫലമായിട്ട് കർത്താവ് ഇവിടെ ഇരുന്നതായിട്ട് നാം വായിക്കുന്നു. Finally, we read here in chapter 12 verse 2, fixing our eyes on Jesus, the author and perfecter of faith, who for the joy set before him endured the cross, despising the shame, and sat down at the right hand of the throne of God. അഞ്ചാമതായിട്ട് 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. So we here see our Lord as a perfect example as we run this race called the Christian life. ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ള ഈ ഓട്ടം നാം ഓടുമ്പോൾ നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് കർത്താവിനെ നമ്മുടെ മുമ്പാകെ we have an object in heaven to focus upon. നമുക്ക് നോക്കുവാനായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് ഒരു മാതൃക നമുക്ക് മുൻപിൽ കർത്താവ് Jesus, the author and finisher of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, who for the joy set before him endured the cross. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച നമ്മുടെ കർത്താവ്. Beloved, may our eyes and our hearts be engaged and undivided with Jesus in our thoughts this morning. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടുകൂടെ കർത്താവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. For he is preeminent. അവൻ നിത്യാസ്തിക്യമുള്ളവനാണ്. He is the perfect priesthood. പരിപൂർണ പൗരോഹിത്യമുള്ളവനാണ്. He offered himself as a perfect sacrifice. ഒരു പരിപൂർണ യാഗമായി തന്നെ അർപ്പിച്ചവനാണ്. And he is our perfect example. നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. May we see the glory of his person and worship him this morning, for we have come here, gathered here to sincerely worship our God. നമ്മുടെ കർത്താവിന്റെ ആ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് രാവിലെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുന്നു.